ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ നോക്കാം. ഗ്രീൻ വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കസവ് വന്നിട്ടുള്ളത് ബ്രോൺസിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വർക്കും ബ്രോൺസിൻ്റെ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ളൊരു പേപ്പർ താഴെ വയ്ക്കുക, സ്ലീവിൻ്റെ അടിയിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം ഗ്യാപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ചെറിയ കുന്തൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആൻറ്റിക് ഷെയ്ഡിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കതിൽ ട്യൂബ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ബ്രോൺസിൻ്റെ ഷെയ്ഡിൽ വരുന്നതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഷുഗർ ബീഡ്സൊക്കെ. പിന്നെ ഇതുപോലുള്ള ട്യൂബ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മൾട്ടി ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ ഒരുപാട് കളേഴ്സിനോട് ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, നമുക്ക് കസവ് വരുന്നത് ഈ ഒരു രീതിക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗോൾഡൻ ബീഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നാവില്ല. അപ്പോൾ കസവിനോട് ചേർന്നിട്ടുള്ള ബീഡ്സ് തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളിതേ ആ ഒരു ട്യൂബും ഷുഗർ ബീഡും കൊടുത്തിട്ടുള്ള ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ താഴെയായിട്ട് ഇതുപോലെ തുന്നി കൊടുക്കുക. ഒരു വി ഷേപ്പിൽ നമ്മളിതുപോലെ തുന്നി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ താഴോട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ട് ബീഡാണ്. ബ്രോൺസിൻ്റെ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡും ആണ് കേട്ടോ. അത് വെച്ചിട്ട് താഴോട്ടും തുന്നി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺസിൻ്റെ മുഴുവനും ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള പ്യുവർ ബ്രോൺസിൻ്റെ ഷെയ്ഡിൽ വരുന്ന ബീഡ്സാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നൂല് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അടുത്തത് തുന്നുന്നത്. നമ്മൾ അടുത്തടുത്ത് അത്രയും തിക്കായിട്ടുള്ള വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം. ഇത് നമ്മൾ ഓരോന്നായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ താഴെയായിട്ട് ഒരു ബോർഡർ വർക്ക് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് വെറുതെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 സെൻറ്റിമീറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ 2 തവണയായിട്ട് തുന്നിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ലൂസായി പോവേ ഒന്നും ചെയ്യില്ല. ഓരോന്നും ഇതുപോലെ താഴെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ലീവിൻ്റെ ബോർഡർ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കുക. താല്പര്യമുള്ളവർക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.